പൊളി സിനിമ, ഒന്നും പറയാനില്ല. വയലൻസ്, അങ്ങേറ്റത്തെ വയലൻസ്, അയ്യോ. കൊള്ളാം, നല്ല എക്സ്പീരിയൻസ്. സൗണ്ട് കൊള്ളാം, എല്ലാം കൊള്ളാം. സ്ക്രീനൊക്കെ പൊളി, ഭയങ്കര പൊളി. എന്ത് എനർജിയാണ് അങ്ങേർക്ക്, അയ്യോ. മാസ് അങ്ങേര്, അങ്ങേര് പറയാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, പക്ഷെ സ്പോയിലറാണ്. കാണുമ്പോൾ അങ്ങേരുടെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് മനസ്സിലാവും. ഓവറോൾ 9.6 10-ല്. ആർക്കോ സൂപ്പർ കണ്ടിരിക്കാം. വയലൻസ് ആണ്, ബ്രൂട്ടൽ പടമാണ്, ഭയങ്കര മാസ് എൻട്രി ഒക്കെ ഉണ്ട്, നല്ല BGM ഒക്കെ നൈസാണ്. നൈസ് പെർഫോമൻസ്, നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. ഡയലോഗ് എല്ലാം മാസ് ഡയലോഗ് എല്ലാം ടൈമിൽ പറയുന്നുണ്ട്. ഒന്നിനൊരു കുഴപ്പമില്ലായിരുന്നു. നല്ല മേക്കിംഗ് ആണ് സിനിമ. അതൊക്കെ നമുക്ക് ദേഷ്യം വരും അവരുടെ സ്വഭാവം കാണുമ്പോൾ. നല്ല നൈസ് കണ്ടിരിക്കാൻ പറ്റും. ബ്രൂട്ടൽ ഇത്രയും കിടിലായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉണ്ണിമുകുന്ദനായിരിക്കും. ഉണ്ണിമുകുന്ദന്റെ ആക്ടിങ് ലൈക്ക് ടോപ്പ് നോച്ച്, ഒരു ബോളിവുഡ് ലൈക്ക് മേക്കിംഗ് ആണിത്. അവരുടെ ഡയറക്ടറിന്റെയും ഇത് തന്നെയാണ്. BGM കിട്ടിലായിട്ടുണ്ട്. BGM ഒത്ത് ഉണ്ണിമുകുന്ദൻ അഭിനയിക്കുന്നതുകൊണ്ട് ഉണ്ണിമുകുന്ദൻ ടോപ്പാണ് ഇതിനകത്ത്. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്, മസ്റ്റ് വാച്ച്. ഫാമിലി ആയിട്ടൊന്നും വരാൻ പറ്റുന്ന പടമൊന്നുമല്ല, പക്ഷെ എന്തായാലും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. വേണമെങ്കിൽ 2-3 വട്ടം വന്ന് കാണാം. BGM ഒക്കെ അടിപൊളിയാണ്. ഈ ഒരു സിനിമയെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതും BGM ആണ്. ഇതിന്റെ വില്ലനിസവും നമ്മുടെ വില്ലനും എല്ലാവരും ടോപ്പ് ലെവലാണ്. കാസ്റ്റിംഗ് അടിപൊളിയാണ്, സിനിമയുടെ മേക്കിങ്ങും അടിപൊളിയാണ്. ജഗദീഷ് ഏട്ടനാണ് ഇതിനകത്ത് മെയിൻ എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. പക്ഷേ ഉണ്ണിമുകുന്ദന്റെ സെയിം ലെവൽ ഓഫ് ടോപ്പ് ഒരു ആൾക്കാരെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നിർത്തിപ്പിക്കാൻ അങ്ങേർക്ക് സാധിച്ചു. ജഗദീഷ് ഏട്ടൻ ടോപ്പാണ് ഇതിനകത്ത്. ലൈക്ക് ആ ഒരു ടോണി എന്ന് പറയുന്ന ക്യാരക്ടറുടെ ഒരു BGM-ഉം ജഗദീഷ് ഏട്ടന്റെ ആ ഒരു ലുക്കും വേറെ ലെവൽ തന്നെയാണ്. മലയാള സിനിമ ഇത്രയും കിടിലായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നല്ല സോഫ്റ്റ് ഹാർട്ടുള്ളവരാണെങ്കിൽ കണ്ണടച്ചു പോകും, അത്ര വയലൻസ് ആണ്. സെക്കൻഡ് ഹാഫിലാണ് മൊത്തം വയലൻസ്, കാണേണ്ട പടം. സ്റ്റോറി അത്രയ്ക്കൊന്നും, അതായത് സിമ്പിൾ സ്റ്റോറി തന്നെയാണ്, പക്ഷെ നല്ല ബ്രൂട്ടൽ, ഭയങ്കര നല്ല വയലൻസ് ഉണ്ട്. നല്ല ആക്ടിങ്, അടിപൊളിയായിട്ട്. ഇതിനു മുമ്പ് അത്രയ്ക്ക് ഞാൻ പടം കണ്ടിട്ടില്ല, പക്ഷെ ഈ പടം വെറും കിടിലം, നല്ല ആക്ടിങ്. നെഗറ്റീവ് ജഗദീഷ് അത്രയ്ക്ക് വലിയ റോളൊന്നും ഇല്ല, പക്ഷെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. വലിയ റോളായിട്ട് എനിക്ക് തോന്നിയില്ല, പക്ഷെ ആര് ചെയ്ത റോൾ നല്ല റോൾ ചെയ്തിട്ടുണ്ട്. ടോപ്പ് സിനിമ, വയലൻസ് ഒക്കെ അറ്റ്മോസ്റ്റ് ഉണ്ണിമുകുന്ദന്റെ വേറെ ലെവലാണ്. അതുപോലെ സ്റ്റോറി ലൈനും കുഴപ്പമില്ല. സ്റ്റോറി ലൈൻ കോമൺ സ്റ്റോറി ലൈൻ പോലെ തോന്നി, പക്ഷെ എടുത്തു വെച്ച രീതി കാണുമ്പോൾ ടോപ്പാണ്. അതുപോലെ വയലൻസ് ആണെങ്കിലും അറ്റ്മോസ്റ്റ് കൊള്ളാം, ഒരു രക്ഷയില്ല. പ്രതീക്ഷക്കാട് അടിപൊളി കൊള്ളായിരുന്നു, വൺ ടൈം കാണാം, സൂപ്പറാണ്. വയലൻസ് ഒക്കെ കിടിലമാണ്. ഞാൻ മലയാള സിനിമയിൽ ഇതുവരെയായിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ല, അത്രയും കിടിലമാണ് വയലൻസ് ഒക്കെ. ഉണ്ണിമുകുന്ദ കിടിലാണ്, രോമൊക്കെ ഇങ്ങനെ എണീറ്റിരിക്കും, സൂപ്പറാണ്. നല്ല പടം. വയലൻസ് പറഞ്ഞായിരുന്നു, സെക്കൻഡ് ഹാഫ് കൊള്ളായിരുന്നു, മേക്കിംഗ് അടിപൊളിയായിരുന്നു. BGM ഒക്കെ വയലൻസ് ഡോൺ കൊള്ളായിരുന്നു. നല്ല പടമായിരുന്നു. വയലൻസ് ആയിരുന്നു അതിന്റെ മെയിൻ. പിന്നെ കഥ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് സ്ലോ ആയിരുന്നു, പക്ഷെ സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേന് മാസമായിരുന്നു. ഫുൾ ചോരക്കളിയായിരുന്നു. വേറെ എടുത്തു പറയാൻ BGM ഒക്കെ അടിപൊളിയാ. BGM ഒക്കെ എങ്ങനെയാ കറക്റ്റ് സ്പോട്ടിലാണ് അവർ ഇട്ടേക്കുന്നത്. അതിൻ്റെ വയലൻസ് ആണ്, പറയാൻ വയലൻസാ, ഗ്രൂസം വയലൻസ് ആണ്. പടം സെക്കൻഡ് ഹാഫിന് അവരൊരു ക്ലിഫ് ഹാങ്ങർ പോലെ ഇട്ടേക്കുന്നത്. അപ്പം ലാസ്റ്റ് എൻക്രെഡിറ്റ്സ് നല്ലായിരുന്നു.